ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കൊല്ലത്ത് പോവാ. 8:50 ട്രെയിൻ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നോക്ക് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ മടിയാവുന്നു. നല്ല മടിയാവും. ഇപ്പൊ ഭയങ്കര മഴയാ. മഴ പെയ്യുമെന്ന് അറിയില്ല. മഴ പെയ്യുമ്പോ എല്ലാം പണി പാളും. നമുക്ക് പോയി നോക്കാം. എനിക്ക് മടിയുണ്ട് നല്ലപോലെ. ഉറക്കമൊന്നും അത്രയും കറക്റ്റ് ആയിട്ടില്ല. നോക്കാം. 6:48 ഇനി മടിയാവും. എന്താന്നറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഷടോടെന്ന് ഞാൻ റെഡി ആയി. എന്നെ സ്റ്റോപ്പിൽ അച്ഛൻ കൊണ്ടുവിടുകൊണ്ട് മാത്രം പുറപ്പള്ളിക്കാവ് വഴി പോകുന്ന ആലുവ ബസ് കിട്ടി. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു. ട്രെയിൻ നമ്പർ 127 ചിറ്റാമൂർ എറണാകുളം പന്തളം ഡെസ്പതി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആലുവ സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. 8:50 എൻ്റെ ട്രെയിൻ വന്നിട്ട്. പക്ഷെ ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ ട്രെയിൻ ഞാൻ ഇത്രയും ഓടിപ്പിടച്ചൊക്കെ വന്നിട്ട് എൻ്റെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഗൈസ്. എൻ്റെ ട്രെയിൻ വന്നപ്പോൾ ഏതാണ്ട് 9 സംതിങ് എങ്ങാണ്ടായി. ഒരിക്കലെങ്കിലും എനിക്ക് ഈ ഒരു വന്ദേ ഭാരതി കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര റേറ്റ് ആണെന്നറിയാം, എന്നാലും എനിക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കുറേ നേരം നോക്കിയിരുന്നു. ഞാൻ വെള്ളവും ഫുഡൊക്കെ വാങ്ങിച്ചു. എന്നിട്ടും കുറേ നേരം നോക്കി എന്നിട്ട് ഈ സാധനം വന്നില്ല. പിന്നെ അവസാനം എനിക്ക് കിട്ടി. ജനശതാബ്ദിയിലാണ് ഞാൻ പോയത്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കിഡിലൻ ട്രെയിൻ ആയിരുന്നു. നല്ല വൃത്തിയുണ്ടായിരുന്നു. D12 ആണ് എനിക്ക് കിട്ടിയത്. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് എത്താൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ബോഗിയും സംഭവങ്ങളൊക്കെ ആ ഒരു ആപ്പിൽ നോക്കി എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല, നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അന്ന് ഞാൻ ലീവിനൊക്കെ പോയിക്കൊണ്ടിരുന്നതും ഇതുപോലെ ട്രെയിനിനാണ്. കൊല്ലം ചെന്നിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. എനിക്ക് ഇവിടത്തെക്കാളും ചൂട് കൂടുതലായിട്ടാണ് തോന്നിയത്. കുറച്ചും കൂടി മാറിയിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് സൈഡിലായിട്ടൊരു കടയുണ്ടായിരുന്നു. അവിടെ കയറി ഞാനൊരു ലൈം ഓർഡർ ചെയ്തു. അങ്ങനെ ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ലൊക്കേഷനിലെത്തി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇനിയും 4:30ക്കാണ് പ്രോഗ്രാം. അവരുടെ ഇനോഗ്രേഷൻ പരിപാടിയായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസാണ്. അവരുടെ പുതിയൊരു വെഞ്ചർ അവർ തുടങ്ങുമ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഓൾഡ് സ്റ്റാഫിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻവൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചു. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ചാക്കോ ചേട്ടന് ഡ്രോൺ ഒന്ന് പറത്തുന്നത് ലൈവായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിങ്ങനെയാണല്ലോ ഡ്രോൺ പറത്തുന്നത്. ഇതുകൊണ്ട് ഇതിങ്ങനെ ചില ഉപകാരങ്ങളും ഉണ്ട്. നമുക്ക് കാറ്റ് കൊള്ളാം. ചുമ്മാ. പിന്നെ കുറച്ച് നേരം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സെറ്റ് ചെയ്തുകൊണ്ട് വന്ന എൻ്റെ മുടി അലമ്പാവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ മുടിക്കൊക്കെ കെട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ സ്പീച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഉള്ളിലിരുന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുകയാണ്. ഇത് ഹോട്ട് വീൽസ് ആണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ നല്ല നല്ല വെയിറ്റ് ഉള്ള ഹോട്ട് വീൽസ് ഇല്ലേ, ഡോറൊക്കെ തുറക്കാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. കുറച്ച് എക്സ്പ്രഷൻ വാരി വെതറാന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഫൈനലി സനി സാറിന് ഇവിടെ ഒരു മൊമെൻറ്റോ കൊടുക്കണ്ടായിരുന്നു. സനി സാർ മെൻറ്ററായിരുന്നു. സനി സാറും നമ്മളുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗാണ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഫുഡ് കഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കട്ടായിപ്പോയി. പിന്നെ രാത്രി ഡെക്കറേഷനൊക്കെ അവർ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വന്ന് കാണിക്കുന്നത്, ഞാനൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായി. കുറേ നേരം ലാസ്റ്റ് ചെയ്തു. ഒരു 6 hours ആയിട്ടും അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്തു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് തിരിച്ചു പോവുകയാണ്. ഒന്ന് ഒരുങ്ങിയെങ്കിലും ഒരു ഇച്ചിരി പോസിറ്റിവിറ്റി വെതറാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട്. അവിടുന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു 12 മണിയായപ്പോഴാണ് ഫുഡ് കഴിക്കണേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കും. സമയം 11:53. ഞാൻ ചോറ് പറഞ്ഞിട്ടുണ്ട്. സെറ്റായിട്ടില്ല എന്ന് പറയുന്നത്. ആകെപ്പാടൊരു വയ്യാഴിക. ട്രെയിൻ കിട്ടുമോന്ന് അറിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ചായിട്ട് ഞാൻ അങ്ങോട്ട് ലഞ്ച് കഴിച്ചു. വേറെ ഒന്നും എനിക്ക് ഇനിയിപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. രാവിലെ തൊട്ടേ വയറിന് നല്ല സീനായിരുന്നു. എന്താന്ന് പറഞ്ഞൂടെ കഴിച്ച എന്തോ പണിവാളി. നമുക്കെപ്പോഴും നമ്മുടെ കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് ചോറാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് കഴിച്ചു. വലിയ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് ടെൻഷനായി. കാരണം ഇനി ഇവിടുന്ന് അവിടം വരെ എത്തിപ്പെടേണ്ടതാണ്. നമുക്ക് കൊല്ലത്തുനിന്ന്
നോർത്ത് പറവൂർ വരെ പോകണ്ട. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിസ്ക് ഫാക്ടർ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പോയത് കൊട്ടാരക്കര ട്രെയിൻ നോക്കി വന്ന ഇവിടെ വണ്ടിയില്ല. സൂപ്പർ. പിന്നെ അവിടെ നേരെ കൊല്ലം ബസ് സ്റ്റാൻഡിലോട്ട് പോയി. പിന്നെ ഒരു ട്രാൻസിഷൻ ആണ് ഗൈസ്. വൈകിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി ഓട്ടോയിൽ പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഞാൻ ടയേർഡായിരുന്നു. ഹേ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ എന്നെ കണ്ട എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. അമ്മാതിരി ഡെഡായിട്ടാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും ആയില്ല, ടയേർഡായി പോയി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.